നമസ്കാരം ചേട്ടാ, ഉഷാറല്ലേ? ഇത് ആരുടെ വീടാ? ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ എനിക്ക് തോന്നുന്നത് ആരുടെ വീട്ടിൽ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാൻ ഇന്നത്തെ ദിവസം. അതായത് ഈ ദിവസം ഇപ്പം തന്നെയല്ലേ സാറേ കുട്ടനാടിന്റെ ഒരു പ്രത്യേകത വീടിന്റെ വാതിലുകളും മതിലുകളും നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായും അത് സാധനങ്ങൾ അടിച്ചോണ്ട് പോകാനല്ല, നിങ്ങൾക്ക് അവിടെ എത്തി മനുഷ്യനെ കാണാൻ വേണ്ടിയാണ്. അല്ല, അടച്ച വാതിലുകളെല്ലാം വെള്ളം കയറിയുണ്ടോ? സത്യം, എത്ര അടച്ചാലും വെള്ളം കയറും. കുട്ടനാട്ടുകാർ വെള്ളത്തിൽ ജീവിക്കുന്നവരാ. എന്നിട്ടും അവര് നമുക്ക് വേണ്ടി വാതിൽ തുറന്നിടും എന്നുള്ളതാണ്. ഈ നിത്യജീവനിൽ പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണെന്നറിയോ? മതിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വീട് വെക്കാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ ആദ്യം പണിയുന്നത് മതിലാണെങ്കിൽ അവനെ ഒന്ന് സൂക്ഷിച്ചോണം. അവൻ മതി ഇതിലേ എന്ന് പറയുന്നവനാണ്. ഇനി ചില ആളുകൾ വീട് വെക്കുമ്പോൾ ആദ്യം വാതിലാണ് വെക്കുന്നതെങ്കിൽ അവനെയും നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം. അവൻ വരൂ ഇതിലേ എന്ന് പറയുന്നവരാണ്. കുട്ടനാട്ടുകാർ ഈ വരൂ ഇതില് എന്ന് പറയുന്നത് കുട്ടനാടിന്റെ പ്രത്യേകമുണ്ട്. മതില് കെട്ടിയാലും ഇല്ലെങ്കിലും അവരുടെ മനസ്സുകളിൽ മതിലില്ല, മനസ്സിന് വിശാലത എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് പട്ടിയെടുപ്പിക്കാനല്ലോ. ഇത് ആരുടെ വീടാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളൊരു വീട്ടിന്റെ മുറ്റത്തേക്ക് കയറി വന്നിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞങ്ങളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു, കുട്ടനാട്ടുകാർക്ക് ഈ ദിവസമേ ആര് വന്നാലും വീട്ടിൽ സ്വാഗതം എന്നാ പറയുക. അത് ഹോം സ്റ്റേക്ക് വേണ്ടിട്ടോ പൈസ ഉണ്ടാക്കാനോ അല്ല. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് നസറുദ്ദീൻ. ഇത് എന്റെ സുഹൃത്തിന്റെ വീടാണ്. ഞങ്ങൾ 100 കൊല്ലമായുള്ള ബന്ധമാണ്. പിതാക്കന്മാർ തമ്മിലുള്ള, പിതൃക്കൾ തമ്മിലുള്ള ബന്ധമാണ്. ഇതൊരു വലിയ കളരിയുള്ള തറവാടായിരുന്നു. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നതാണ്. ഈ ദിവസം ഇന്നും ഞങ്ങൾ ഇവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്യാണ്. ആർക്കെന്നല്ല, ആരെയും ക്ഷണിച്ചിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകത അതാണ്. ആരെയും ക്ഷണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു 50-60 പേര് ഇവിടെ വരും. കാരണം ഈ മുറ്റത്ത് ഏതാണ്ട് 100 കൊല്ലക്കാലമായി ഇങ്ങനെയാണ്. വള്ളങ്ങൾ തുടങ്ങിയിട്ട് 50-60 കൊല്ലമല്ലേ. ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു റെസിപ്റ്റ് കൂടെ കൊടുക്കത്തില്ലല്ലോ. ഇല്ല, ബില്ലില്ല. എന്ന് ഹൃദയം ഇവിടുത്തെ എല്ലാ വീടുകളും, ഞാൻ എന്റെ വീട് അക്കരയായിരുന്നു. ഈ ബന്ധു വീടുകളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. കാരണം എല്ലാ വീട്ടിലും ഒരു 10-20 പേർക്കുള്ള ഭക്ഷണം കൂടുതൽ കരുതും. അതായത് നിങ്ങൾ കുട്ടനാട്ടിൽ വള്ളംകളി കാണാൻ വന്ന വിശന്ന് നിങ്ങൾ കളി കാണേണ്ടി വരില്ല. നിങ്ങൾ സന്തോഷം എന്ന് അറിയാം. ഇപ്പൊ ഒരു വീടെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള 10-25 വീട്ടിലാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. എവിടെ പോയി കഴിക്കുമെന്ന് ഒരു പിടിയില്ല. കാരണം അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനസ്സിലായല്ലോ, ഈ നാടിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. വെള്ളം കയറുമ്പോൾ നമ്മുടെ പരിഗണന വേണം എന്നുകൂടി പറയാൻ കൂടി ഞാൻ ഈ പറഞ്ഞത്. വെള്ളം കയറുമ്പോൾ ഇവർ ഒറ്റയ്ക്കാണ് അനുഭവിക്കുക. ഓണം വരുമ്പോൾ, വള്ളംകളി വരുമ്പോഴും നമ്മളെയൊക്കെ വിളിച്ചവര് സന്തോഷം പങ്കിടും. എല്ലാവർക്കും കൂടെ ഇഷ്ടമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പൊ എന്താ നമുക്ക് ഞങ്ങളിപ്പോ ഇന്നിവിടെ ഇഡലിയും സാമ്പാറും രാവിലെ തയ്യാറാക്കിയിരിക്കുന്നത്. അത് വരുന്ന അത്യാവശ്യമുള്ളവർക്ക്, ഒന്നും കഴിക്കാതെ വരുന്നവർക്കും, ചോദിച്ചു വരുന്നവർക്കും കൊടുക്കും. ഇഡ്ഡലി സാമ്പാർ കഴിച്ചാലോ? അതായത് നമ്മളിപ്പോ വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നെങ്കിൽ അറിഞ്ഞു. ഈ കുട്ടനാട്ടുകാർ അപ്പൊ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ കയറിയപ്പോ ചേട്ടൻ പറഞ്ഞു, ഇതാ തയ്യാറാണ്, അടുത്ത് ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യാണ്. ചേട്ടൻ എടുത്ത് വരുമ്പോഴേക്കും ഞാനത് വാർത്ത അറിയിക്കാം. ഇതാണ് കുട്ടനാട്ടുകാരുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. അപ്പൊ ഇതാ പാചകത്തിലുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. ഉപ്പിലിട്ടതുണ്ട്, ഇത് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി ഉണ്ട്. അതായത് ആർക്ക് വേണമെങ്കിലും. ഇതെന്താണിത്? ഇത് അച്ചാറാണ് അല്ലേ? അടിപൊളി സാമ്പാറാണ് നമ്മുടെ ഇന്നത്തെ. ഇതാണ് നമ്മൾ തൽക്കാലം ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടി കഴിക്കുന്നു. പങ്കിടൽ ആണല്ലോ, ഓണവും വള്ളംകളിയൊക്കെ പങ്കിടലാണ്. അപ്പൊ നല്ല സാമ്പാർ, നല്ല ഇഡ്ഡലി. ഞാൻ ഈ മൈക്കുള്ളത് കൊണ്ട് ഇത് കിട്ടുമോ എന്നെനിക്കറിയില്ല. അതിനു മുമ്പ് ഇനി വരും. ഇതാണ് കുട്ടനാട്. എത്ര തന്നാലും ഉണ്ടല്ലോ, വെള്ളം പോലെ ഇങ്ങനെ വരുന്ന മനുഷ്യ സ്നേഹമാണ്. അതാണ് കുട്ടനാടിന്റെ. അതും ആത്മാർത്ഥമായി വെച്ചേക്കുന്ന സാമ്പാർ കേട്ടോ. ഇതാ ഇതില് സ്നേഹം ചാലിച്ച സാമ്പാർ നമ്മൾ കുട്ടനാട്ടിൽ നിന്ന് കഴിക്കുകയാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ കുട്ടനാട്ടുകാർ. അപ്പൊ നിങ്ങൾ കുട്ടനാട്ടിൽ വള്ളംകളി കാണാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഇന്ദിരാ പ്രിയദർശിനി ബസ് 1-2 എടുക്കേണ്ടി വരും. എന്നാലും ഇവിടെ വരൂ. അപ്പോൾ ആ ബസ്സൊക്കെ എടുത്ത് നിങ്ങളിവിടെ വരിക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഏത് വീട്ടിൽ പോയി ചോദിച്ചാലും കൈയും വീശി നല്ല മനസ്സുമായിട്ട് വരിക. ഏത് വീടും നിങ്ങളുടെ വീട് പോലെയാണ്. ഭക്ഷണം കഴിച്ചിട്ട് പോകണം, പിന്നെ അവിടെ താമസിക്കാൻ നിൽക്കണ്ട. അത്ര ആൾക്കാരെ വരാവുള്ളൂ. ഇതിപ്പോ പറഞ്ഞെന്ന് കരുതി നാളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ അതാണ് കുട്ടനാടിന്റെ മനസ്സ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ, ഇത് കുട്ടനാടിന്റെ സ്നേഹം കൂടിയാണെന്നേ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വെള്ളം കയറുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടനാടിൻ്റെ പരിഭവങ്ങൾ പറയുമ്പോൾ TV ഓഫ് ചെയ്തിട്ട് പോകുന്ന ചില ആളുകളുണ്ട്. അതായത് സ്ഥിരം ഇവർക്കിതേ പറയാനുള്ളൂ. പക്ഷെ അവരുടെ ദുരിതങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവരുടെ സ്നേഹമോ അതിനും അതിരുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നുണ്ട്. നമുക്ക് വാർത്തകൾ കൂടി ഒന്ന് നോക്കി വരാം.